അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, ഞാൻ ഏറ്റന്നേ. ഇപ്പോൾ ചുരിദാർ 3-4 ഞാൻ വാങ്ങിച്ചിരുന്നു, അതെ ഇട്ടുകണ്ടില്ല. നീ എൻ്റെ മുത്തല്ലേ, നിന്റെ കാര്യം ഞാനല്ലാതെ വേറെ ആര് നോക്കാനാ? അല്ല പിന്നെ അങ്ങനെയൊക്കെ നോക്കിയാൽ കാര്യങ്ങൾ നടക്കുമോ? നീ പേടിക്കണ്ട, നീ ഞാനില്ലേ കൂടെ. ആരോടാ ഇത്ര കാര്യമായിട്ട്? അത് വൈഫാ. വൈഫാന്ന് മനസ്സിലായി, ആരുടെ? അത് കൂട്ടുകാരൻ്റെ. ഓഹോ, അവൻ ഗൾഫിലാ. അവൻ്റെ അമ്മയാണെങ്കിലോ ഭയങ്കര സാധന. അതിൻ്റെ സങ്കടം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെ അതെ, അത് നിന്റെ മുഖഭാവം കണ്ടപ്പോ മനസ്സിലായി, സങ്കടം പറച്ചിലായിരുന്നു. മരുഭൂമി കിടന്ന് കഷ്ടപ്പെടുന്ന അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അത് വേണ്ട. അല്ല, എന്നാലും അവളുടെ സങ്കടവും വിഷമങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരാൾ വേണ്ടേ? അത് വേണം. അതുകൊണ്ടാ ഞാൻ. അതേതായാലും നന്നായി. അപ്പോ നിന്റെ ഭാര്യയുടെ സങ്കടം നീ കേൾക്കുവോ, അതോ ഇതുപോലെ വേറെ ആരെങ്കിലും? ഏയ്, അതല്ലേ ഞാൻ ഗൾഫിൽ പോവാത്തെ, ഞാനിവിടെ തന്നെ ഉണ്ടല്ലോ. അല്ല, ഇതെവിടെ ചേട്ടാ, നല്ല ഫോണാണല്ലോ. അതോ അത് മരുമകൻ മാറ്റം. ഓ, നീ ഒരു കാര്യം ചെയ്യും, ഇതിനകത്ത് എന്റെ മോൻ വിളിച്ചിട്ടുണ്ടോ, എനിക്കിത് എടുക്കാൻ അറിയില്ല. മോൻ ഫോണൊന്നും കൊണ്ട് തരില്ലേ? ചിലപ്പോ വരുമ്പോ കൊണ്ടുവരായിരിക്കും. ഇതിൽ അടുത്ത ദിവസങ്ങളിലൊന്നും വിളിച്ചിട്ടില്ല. അരുണെന്ന് തന്നെയല്ലേ സേവ് ചെയ്ത് വെച്ചേ? അല്ല, ചക്കരാന്ന. കുഞ്ഞുനാളില് അവനെ അങ്ങനെയാ വിളിച്ചോണ്ടിരുന്നത്. വലുതായപ്പോ ആ പേര് കേൾക്കുന്നതിന് അവന് കലിയ. എന്നാലും ഞങ്ങളെ രണ്ടുപേരെ നാവിലും അത് തന്നെ വരുള്ളൂ. അങ്ങനെ ഒരു പേര് ഇതിൽ സേവ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചതായിട്ടൊന്നും കാണുന്നില്ല. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് അങ്ങനെ വിളിക്കാറില്ല. അല്ല, ജോലി തിരക്കിനിടയിലാണ് വിളിക്കുന്നത് വെച്ചാ അവനത് ഇഷ്ടപ്പെടില്ല. എന്നിട്ട് അവൻ ഇതിലേക്ക് വിളിച്ചതായിട്ടൊന്നും കാണുന്നില്ലല്ലോ. അവൻ ഇങ്ങോട്ട് വിളിച്ചിട്ടും കുറച്ചായി. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു 2 ആഴ്ചയായി കാണുമോ? ആഴ്ചയല്ല, വർഷം. 4 വർഷം. അവൻ സ്വന്തം അച്ഛനും അമ്മേനെയും വിളിച്ചിട്ട് 4 വർഷമായിരുന്നു. അപ്പോ നിങ്ങൾ അങ്ങോട്ട് വിളിച്ചോ? ഞാൻ പറഞ്ഞില്ലേ, വിളിച്ചാൽ അവന് ഇഷ്ടപ്പെടില്ല. എന്നാലും അവൻ്റെ അമ്മ വല്ലപ്പോഴും വിളിക്കും. ചിലപ്പോൾ എടുക്കും, ചിലപ്പോൾ എടുക്കൂല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല? അവനിപ്പോ ബാംഗ്ലൂർ തന്നെയല്ലേ? അതെ, അവര് ബാംഗ്ലൂരിൽ തന്നെയാണ്. കഴിഞ്ഞ മാസം ഗോവിന്ദേട്ടൻ്റെ മകൻ വന്നിരുന്നു. അവൻ്റെ കയ്യിൽ ഞങ്ങൾക്ക് 2 പേർക്കും 2 സെറ്റർ കൊടുത്തയച്ചിരുന്നു. സമയം കിട്ടും പോലെ വിളിക്കാന്ന് പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. അതാ ഇതിൽ കോള് വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞത്. സമയം കിട്ടും പോലെ വിളിക്കാമെന്നല്ലേ പറഞ്ഞേ? സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അവൻ വിളിക്കും, വിളിക്കാതിരിക്കില്ല. അച്ഛൻ ഞാൻ തിരക്കില്ല, പിന്നെ വിളിച്ചോളാം. അച്ഛനല്ല, താഴത്തെ വീട്ടിലെ ഉണ്ണിയാണ്. അച്ഛനാണ്? നിങ്ങളുടെ അച്ഛൻ പോയി. ആ വിവരം ഒന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. ജീവിച്ചിരുന്നപ്പോൾ അച്ഛന് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നും നിങ്ങളെയൊക്കെ സ്വരമൊന്ന് കേൾക്കണമെന്നും വലിയ ആഗ്രഹമായിരുന്നു. നീ തിരക്കിലാണെങ്കിൽ വരണമെന്നില്ല, നിങ്ങളുടെ പണി നടക്കട്ടെ. സമയമുണ്ടെങ്കിൽ സഞ്ചയനത്തിന് വന്നാലും മതി. ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണ്ടേ? എന്നാ ശരി.